ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വളരെ ചെറിയ വഴിപാടാണ്. നിങ്ങളുടെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ ദേവത ആർക്കാണോ അവർക്ക് ചെയ്യുന്ന ഒരു വഴിപാട്. ഇത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വഴിപാടാണ്. ഞാനിത് ഡെയിലി സ്കൂളിൽ പോകുമ്പം ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളൊരു വഴിപാടാണ്. ഒപ്പം ഇപ്പോഴും വളരെയധികം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയിട്ടാണിത്. ഇത് വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, കുറേ പേരൊക്കെ ചെയ്യുന്നതുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു പരിഹാരമെന്ന് ചോദിച്ചാൽ, നാണയ വഴിപാട് എന്നുള്ളൊരു പരിഹാരമാണ്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങളൊക്കെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് നാണയം സമർപ്പിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതൊരു മെത്തേഡാണ്. അപ്പം ഇതിന് വളരെയധികം ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഈ നിമിഷം വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വഴിപാടാണ്. എനിക്കിതിന് ഒരുപാട് ഫലവും കിട്ടിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എൻ്റെ ഗണപതി പൂജയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരു ഗണപതി ഫോട്ടോ കാണിച്ചിരുന്നു. അത് ഞങ്ങളുടെ സൊസൈറ്റിയിൽ വെച്ചിരിക്കുന്ന ഗണപതിയാണ്. എല്ലാവരും ഭഗവാനെ ഇന്നലെ നിമജ്ജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ 7 ദിവസമാണ് ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഞാൻ നിമജ്ജനം ചെയ്യുന്നത്. അപ്പോൾ നിമജ്ജനം ചെയ്യുന്നതിന് കുറച്ച് രീതികൾ കൂടിയിട്ടുണ്ട്. ആ ഒരു രീതികൾ എങ്ങനെയാണെന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു, നാണയ വഴിപാട്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 രൂപ വഴിപാട് ഭഗവാന് സമർപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ, ഇപ്പം നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു അസുഖം പിടിപെട്ടു, പനിയൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലാണ്, ആ ഒരു സമയത്തൊക്കെ നമ്മളിതുപോലെ 1 രൂപ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അടുപ്പിച്ചൊരു 48 ദിവസം, അല്ലെങ്കിൽ 3, 5, 7, 9, 11, ഞാൻ 108 ദിവസം വരെ അടുപ്പിച്ച് നാണയമെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പീരിയഡ് സമയം വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത്. പീരിയഡ് സമയം വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം എന്താണ് നിങ്ങളുടെ ആഗ്രഹം. ഒരുപാട് പേര് മക്കൾക്ക് ദേഷ്യവും മക്കളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളുമൊക്കെ കൊണ്ട് വിഷമിക്കുന്നവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരോടും ഞാനിത് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ചെയ്ത് 3 പേര് എനിക്ക് റിപ്ലൈയും തന്നിരുന്നു. പ്രതിഫലനം കാണാനുണ്ട് അവരുടെ മക്കളുടെ സ്വഭാവത്തിൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും അത് സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഒരു ദൈവം, അങ്ങനെയല്ല നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം, അതായത് നമ്മുടെ ദേശത്തെ കാക്കുന്ന ദേശദേവത, അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കുടുംബദേവത, ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പരിഹാരം നമുക്ക് സമർപ്പിക്കാം. ആദ്യത്തെ ദിവസം നിങ്ങൾ കുളിച്ച് ശുദ്ധമായതിനു ശേഷം എത്ര ദിവസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 48 ദിവസമാണ്. 48 ദിവസം മുടങ്ങാതെ ഞാൻ 1 രൂപ വീതം സമർപ്പിച്ചേക്കാം, എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. 48 ദിവസം ഈ 1 രൂപ നാണയം ഇട്ട് വെക്കാൻ സാമാന്യം നമുക്ക് വലിപ്പമുള്ളൊരു തുണി വേണം. നിങ്ങൾക്ക് ചുമപ്പോ മഞ്ഞയോ കളറിലെ ഒരു തുണി എടുക്കാം. ആദ്യത്തെ ദിവസം നിങ്ങൾ ഏത് ഈശ്വരനാണോ ഈ ഒരു നാണയം വെക്കുന്നത്, ഗണപതിക്കാണെങ്കിൽ ഒരു കറുക ആദ്യം ആ തുണിയിൽ വെക്കുക, മഹാവിഷ്ണുവിനാണെങ്കിൽ തുളസിയില, ഭഗവാൻ ശിവനാണെന്നുണ്ടെങ്കിൽ കൂവളത്തില. ഇനി ദേവീഭാവമുള്ള ഏതൊരു ദൈവങ്ങൾക്കും നിങ്ങൾക്ക് കൂവളത്തിലെയോ തുളസിയിലെയോ അതല്ലെങ്കിൽ ഒരു ചെറിയ ചെത്തിപ്പൂവോ അതിൽ വെക്കുക. ഇനി ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാത്ത പക്ഷം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, കുങ്കുമം, ഭസ്മം, ചന്ദനം, ഓരോ ദൈവങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഓരോ വസ്തുക്കളുണ്ട്. അത് ആദ്യം തന്നെ ആ ഒരു തുണിക്കകത്തിട്ടിട്ട് ആദ്യത്തെ ദിവസം 1 രൂപ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, അതിൽ വെക്കുന്നു, അതൊരു കിഴി പോലെ കെട്ടുന്നു. ആ ദൈവത്തിൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനടുത്ത്, അതില്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ടത് മാറ്റി വെക്കുന്നു. 48 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യണം. ഞാൻ പറഞ്ഞു 11, 21, 108 ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാം. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പീരിയഡ്സ് വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെയോ വൈകിട്ടോ
കുളിച്ച് ശുദ്ധമായ ഉടനെ തന്നെ വേറെ ഒരു റെഡ് കളർ ക്ലോത്ത് എടുക്കുക, ആ ഒരു 7 ദിവസത്തേക്ക് മാത്രം. എന്നിട്ട് എല്ലാ ദിവസവും 1 രൂപ വെച്ച് അതിൽ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കൂവളത്തില, തുളസിയില അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദനമോ ഭസ്മമോ ഒന്നും അതിലിടരുത്. നിങ്ങളുടെ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ശുദ്ധമായി കഴിയുമ്പം ആ തുണി അങ്ങ് കളഞ്ഞിട്ട് ആ 1 രൂപ നാണയം ഒരു മഞ്ഞൾ കലർന്ന വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് പാലിലും ഇട്ട് കഴുകിയെടുത്ത് ശുദ്ധമായ ജലവും ഒഴിച്ച് കഴുകിയിട്ട് ആ 7 1 രൂപ നാണയങ്ങളും ഒരുപോലെ ഭഗവാന് സമർപ്പിക്കുക. നമ്മളിത് മുടക്കിയിട്ടില്ല, മുടങ്ങാതെയാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. പീരിയഡ് സമയത്ത് നമ്മൾ തൊട്ട അശുദ്ധി മാറാനാണ് നമ്മളിത് പാലിലും മഞ്ഞൾ വെള്ളത്തിലുമൊക്കെ കഴുകുന്നത്. പാലിൽ കഴുകിയാൽ എന്തൊരു ദോഷമുണ്ടെങ്കിലും മാറിപ്പോകും. നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മൾക്ക് മുടങ്ങുന്നുമില്ല. പിന്നെ നിങ്ങളിത് എത്ര ദിവസം ചെയ്യുന്നോ അത്രയും ദിവസം ഒരേ സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ഇപ്പോൾ രാവിലെ ചെയ്താൽ 48 ഡേയ്സും രാവിലെ തന്നെ ചെയ്യണം. രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ചെയ്യണം. ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എല്ലാ ദിവസവും ഭണ്ഡാരപ്പെട്ടി, നമ്മൾ ജോലിക്ക് പോകുമ്പോഴും സ്കൂളിൽ പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്കൊരു ക്ഷേത്രമുണ്ടാകും. എല്ലാ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലും ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടാകും, അതിലിടുക. അപ്പം പീരിയഡ്സ് വരുന്ന സമയത്ത് നിങ്ങളിത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. എന്നിട്ട് പീരിയഡ്സ് കഴിഞ്ഞ് ശുദ്ധമാകുമ്പോൾ ഈ കോയിൻസ് എല്ലാം കൂടി ഒന്നിച്ച് ആ ഭണ്ഡാരപ്പെട്ടിയിലിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ആഗ്രഹം ഇപ്പം ഒരു 10 ദിവസം കൊണ്ടോ 11 ദിവസം കൊണ്ടോ സാധിച്ചു കിട്ടിയാലും ഈ എത്ര ദിവസം ചെയ്യാമെന്നുള്ളത് ഭഗവാന് തുറന്നിട്ടുണ്ടോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അങ്ങനെ 48 ദിവസം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്തു തീർത്തു. നമ്മുടെ കയ്യിൽ 1 രൂപയുടെ 48 കോയിൻസ് ഉണ്ട്. വീട്ടിൽ ശേഖരിച്ച് വെക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഇത് നമുക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാം. ആ കിഴി അതേപോലെ മുറുക്കി കെട്ടി ഭഗവാന്റെ ശ്രീകോവിലിന് മുൻപിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. ഇനി നിങ്ങൾക്കിത് ഭണ്ഡാരപ്പെട്ടിയിലിടാൻ പറ്റുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് വലിയ ഭണ്ഡാരപ്പെട്ടിയായിരിക്കും. അപ്പോൾ ആ കിഴിയോടുകൂടി തന്നെ ആ ഭണ്ഡാരപ്പെട്ടിയിലിടുക. അല്ലെങ്കിൽ ആ കിഴി തുറന്ന് നാണയങ്ങൾ ആ ഒരു ഭണ്ഡാരപ്പെട്ടിയിലിടുക. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് സാധാരണ ആ ഭണ്ഡാരപ്പെട്ടി സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ശ്രീകോവിലിൽ ഭഗവാന്റെ ആ ഒരു നടയ്ക്കുന്ന സമർപ്പിച്ചിട്ട് തിരിച്ചെടുത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് ഭഗവാൻ ഗണേശനാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറയും, ഞാൻ ഇത്ര ദിവസം ഇത് ചെയ്യാം, ഇത് ചെയ്ത് തീരുന്ന അന്ന് 21 മോദകവും കൂടി ഉണ്ടാക്കി സമർപ്പിച്ചേക്കാം എന്നുള്ള കാരണം. അപ്പം ഭഗവാൻ ഇത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ ഒരു 48ാമത്തെ ദിവസമോ എത്ര ദിവസമാണോ ഞാൻ പറയുന്നത്, ആ ഒരു ദിവസമാകുമ്പോൾ ആദ്യം തന്നെ 21 മോദകമുണ്ടാക്കി അതും സമർപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ അവസാന ദിവസത്തെ 1 രൂപയും കിഴികെട്ടി വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. നിങ്ങൾ സമർപ്പിക്കുന്ന ദേവതയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ഇഷ്ടവിഭവം ഏതാണോ അതുണ്ടാക്കി സമർപ്പിച്ച് നന്ദിയും കൂടി പറഞ്ഞിട്ട് ഈ പൈസ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. ഇനി വീട്ടിലുണ്ടാക്കാനായിട്ടുള്ള സമയമില്ലാത്തവർ ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാന് പാൽപായസം അതേപോലെ തന്നെ ഇഷ്ടമുള്ള വിഭവങ്ങൾ സമർപ്പിക്കുന്നതുണ്ടാകുമല്ലോ, അത് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാവുന്നതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ എത്ര ദിവസം പറയുന്നു അതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. ഇത് ഈ ഒരു രീതിയിൽ ചെയ്യണം. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഈ രീതിയിൽ ചെയ്താൽ ഫലം കിട്ടുമെന്നുള്ള കാര്യം. ഞാൻ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നു എൻ്റെ സ്കൂളിനടുത്തുള്ളത്. ഞാനപ്പം എല്ലാ ദിവസവും ഇതുപോലെ ഇട്ടിട്ട് ലാസ്റ്റത്തെ ദിവസം ഭഗവാന് പാൽപ്പായസം കഴിപ്പിക്കുമായിരുന്നു അവിടെ കയറി. പക്ഷേ ഇത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള, അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഗണേശനോട് പറയും, എനിക്കിതൊന്നും സാധിച്ചു തന്നാൽ ഞാൻ കൊഴുക്കട്ട. കാരണം കൊഴുക്കട്ട സമർപ്പിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ പെട്ടെന്ന് കേൾക്കും. എൻ്റെ അനുഭവമാണത്. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ ചെയ്ത് സമർപ്പിക്കാറുമുണ്ട് ഭഗവാൻ അത് കാര്യം നമുക്ക് സാധിച്ചില്ല. ഒരു ദിവസം കൊണ്ടൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഒറ്റ 1 രൂപ കിഴികെട്ടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും, ഞാൻ പറഞ്ഞത് പീരിയഡ്സിലൊന്നും നമുക്ക് മുടക്കം വരില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ എന്തൊരാഗ്രഹമാണെങ്കിലും ഭഗവാൻ നിങ്ങൾക്കത് സാധിച്ചു തരും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ
₹1 നാണയം കിട്ടാത്തവർ, ₹1 ഇതിന് ഏറ്റവും നല്ലത്. ₹1 നാണയം കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ദേശത്തുള്ള ഏതൊരു നാണയവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചിലപ്പം ₹1 കോയിൻസൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് ₹1 ലഭ്യത കുറവാണ്, എൻ്റെ ആഗ്രഹം സാധിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ഈ ഒരു പരിഹാരം ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക് ₹48 അത് നാണയങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോട്ടായിട്ട് ഭഗവാന് സമർപ്പിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ആ നാണയങ്ങൾ അതേപോലെ ഭഗവാന് കൊണ്ട് സമർപ്പിക്കുന്നതാണ്. നമുക്കിപ്പോൾ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനോട് നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം, ഭഗവാനെ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. വളരെ 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 ഇഫക്റ്റീവായിട്ടുള്ളൊരു പരിഹാരമാണിത്. ആർക്കും ചെയ്യാം, ഏതൊരു സിറ്റുവേഷനിലും ചെയ്യാം. പിന്നെ നോൺ വെജ് കഴിക്കുന്നത് അതും ഒരു സംശയം കാണും, ഞാനത് പറഞ്ഞില്ല. നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഭഗവാന് നേരിട്ട് സമർപ്പിക്കുന്നതാണ് ഈ ഒരു പൈസ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യരുത്. നിങ്ങൾക്കിത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാം. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണെങ്കിലും ആ ഒരു ദൈവത്തിന് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. വളരെ ഇഫക്റ്റീവാണ്, വളരെ പെട്ടെന്ന് തന്നെ ഫലവും കിട്ടും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.